എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അനൂസ് ഫാമിലി മിനിറ്റ്സ്. അപ്പൊ 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞോളൂ നമ്മളിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് നല്ല പ്രതികരണമായിരുന്നു കേട്ടോ. ഇപ്പൊ കമന്റ് ബോക്സിൽ പറയാൻ സാധിക്കാത്ത ആൾക്കാർ എനിക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുറെ ആൾക്കാർക്ക് പേടിച്ച് മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അത് ഉപയോഗിക്കാന്ന് പറഞ്ഞപ്പോ അത്രയും സന്തോഷം. അപ്പോ ഇന്നും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല, എക്സ്പീരിയൻസിന്ന് ഇപ്പൊ എൻ്റെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാസമാണ്. അപ്പോ എന്നെ പ്രചോദനം കൊണ്ടിട്ടോ എന്തോ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് അവൾക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം, അതിൽ വീഡിയോസ് ഇടണം, തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്നോട് വന്ന് ചോദിച്ചു. അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തികച്ചും ഒരു തുടക്കക്കാരിയാണ്. ഞാൻ എവിടെ എത്തിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. എന്നാലും എൻ്റെ ഒരു 3 മാസത്തെ എക്സ്പീരിയൻസ് ഞാൻ അന്ന് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ, കാണാത്തൊരു കയറി കാണാം. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്, തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ നമ്മുടെ പഴയ വീഡിയോസ് ആയിട്ട്, പഴയതല്ല, നമ്മുടെ ചാനലില് മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവരൊക്കെ കയറി കാണാം. പിന്നെ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നുകൂടി കൊടുക്കാം. ഇപ്പൊ ഞാൻ പറയാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഞാനൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ സ്വന്തമായിട്ട് വേറൊരു ഫോണിൽ എനിക്കായിട്ട് തന്നെ ഒരു അക്കൗണ്ട് എടുത്തിട്ട് അതിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതങ്ങനെയല്ല, ഇത് നമ്മൾ വേറൊരാൾക്ക് ആളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് അറിവ് ഞാൻ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ ആ അറിവ് കുറച്ച് നിങ്ങൾക്കും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. ഇപ്പോ 2025 ഒരുപാട് യൂട്യൂബേഴ്സ് പുതിയതായിട്ട് യൂട്യൂബ് ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു ഹെൽപ്പ് ആയിരിക്കുമല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 3 മാസമായിട്ടുള്ളൂ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഇപ്പൊ എനിക്കൊരു 1000-ന് മേലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് പേര് എന്നോട് ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്നത്, ചേച്ചി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ആയത്, എങ്ങനെയാണ് ചേച്ചി യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്, എന്ത് എങ്ങനെ വീഡിയോസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്, ഷോർട്സ് ആണ് കൂടുതൽ ഇടുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പൊ അതിൽ ചോദിച്ച ഒരാള് എന്നോട് നേരിട്ട് വന്ന് ചോദിച്ച ആള് നമ്മുടെ സംഗീതയാണ്. നിങ്ങൾ നമ്മുടെ ഷോർട്സിലും ലോങ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ ഷോർട്സിലൊക്കെ അവളുണ്ട്. അപ്പൊ അവള് വന്ന് ചോദിച്ചപ്പോ എന്റെ കുറച്ച് അറിവ് എനിക്ക് അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കുറച്ച് അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കും കൂടിയിട്ട് ഷെയർ ചെയ്ത് തന്നെ. അവൾക്ക് എങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ആക്ച്വലി അവൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, അവൾക്ക് കറക്റ്റ് ഇല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ പിക്ചർ, ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ നെയിം, അതുപോലെ തന്നെ ടൈം ലൈൻ, പിന്നെ കുറച്ച് കാര്യങ്ങളൊന്നും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വലിയ ടെക്കുകാർട്ടൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അപ്പൊ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ മെത്തേഡാണ്. അപ്പൊ കുറെ പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അത് കാരണട്ടാ ഇന്നത്തെ വീഡിയോ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ പേരോട് ചോദിച്ചു. യൂട്യൂബ് ചാനൽ ഉള്ളവരോട് ചോദിച്ചു, നേരിട്ട് ചോദിച്ചു, ഫോൺ വിളിച്ച് ചോദിച്ചു, മെസ്സേജ് അയച്ചു. പിന്നെ കുറെ ഇതുപോലെ പുതിയതായിട്ട് തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പോ അത്യാവശ്യം മോണിറ്റൈസേഷൻ കാര്യങ്ങളായ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരുടെ ഒന്നും വലിയ പ്രതികരണങ്ങളോ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. സംഭവം ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല എന്ന് തോന്നുന്നുണ്ട്. അതാവും എനിക്ക് പറഞ്ഞു തരാഞ്ഞത്. അതിന്റെ പിന്നിലെ ചേതോവികാരം എനിക്കറിയില്ല. അപ്പോ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ അതിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോ കുറെ നേരം കള എന്ന് പറയുന്നത് കുറെ നേരം ഇരിക്കണ നിങ്ങളെങ്ങനെ ലാഗടിച്ച് ഇതാക്കണേ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണല്ലോ. മുന്നേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഈ വീഡിയോയിലും കൂടി എടുക്കട്ടെ. അപ്പോ തുടക്കക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് അവർക്കും പുതിയ യൂട്യൂബ് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാൻ തോന്നിയാലോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക്, നമ്മുടെ ഈ വലിയ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യമല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എങ്ങനെ അവൾക്ക് യൂട്യൂബ് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതെന്ന് പോയി നോക്കിയിട്ട് വേഗമായി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഐക്കൺ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. ഇനി നമ്മളവിടെ ഏറ്റവും അടിയിൽ യു ബട്ടൺ ഉണ്ട്. ആ യു ബട്ടണിൽ ഇവിടെ സംഗീത കണ്ണൻ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ നമ്മളൊരു യൂട്യൂബ്
സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അവൾക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ പേര് മാറ്റണം. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നോക്കിയാൽ മുന്നേ കുറച്ച് ഷോർട്സ് ഒരു 2-3 ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ. ലോങ് വീഡിയോസും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇവിടെ പ്ലേലിസ്റ്റും കാര്യങ്ങളും അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയാൽ അതിൽ നമ്മളൊരു പെൻസിൽ ഐക്കൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഗാലറിയിൽ നിന്ന് നമുക്കൊരു നല്ലൊരു ഫോട്ടോ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഫോട്ടോ ഇമേജിൻ്റെ അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഒന്ന് എടുത്ത് കൊടുക്കുക. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്രോപ്പ് ചെയ്യാം കേട്ടോ. കളർ കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നോക്കിയാൽ നമ്മളെ പ്രൊഫൈൽ പിക്ചർ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ സാധാ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ചെയ്യണ പോലെ തന്നെ നമുക്കതൊന്ന് ചെയ്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ടൈം ലൈനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ക്യാൻവാപ്പ് എടുത്തിട്ട് വേണം നമുക്ക് ടൈം ലൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ക്യാൻവാപ്പിൽ ഇതുപോലെ തന്നെ ടൈം ലൈൻ സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ യൂട്യൂബ് തംബ്നെയിൽ, പിന്നെ യൂട്യൂബ് ബാനർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ കൻവ ഒന്ന് തപ്പാട്ടോ. കറക്റ്റായിട്ട് എനിക്ക് ഇതിൽ ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടാ കൻവാപ്പ്. അപ്പോൾ നോക്കിയാൽ നമ്മളിവിടെ കൻവാപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൻവാപ്പ് അല്ലാണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ പിക്സാർട്ടോ അല്ലെങ്കിൽ അഡോബിൻ്റെ തന്നെ കുറേ കുറേ ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ പുതിയതായിട്ട് കൻവാപ്പ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യണേ, അപ്പോൾ ആ മെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്കതൊന്ന് കണ്ടിന്യൂ ചെയ്ത് കൊടുത്താൽ മതി ട്ടാ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തംബ്നെയിൽ അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബാനറുകൾ, ലോഗോ, കുറേ കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഫോണിന് ഒരു ലേശം ലാഗ് ഉണ്ടായിരുന്നു. അത് കാരണമായിട്ടാണ് ഞാനിപ്പോൾ കൈയോണം കുത്തിയോണം ഇട്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഇതിൽ നമുക്കിനി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ബാനറാണോ ടൈം ലൈനാണോ അങ്ങനെ കുറേ പേർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ബാനറായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ട ഫോൺ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പിടിച്ച പോലത്തെ ഒരു ലോഗോ. അപ്പോൾ നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഡൗട്ട് വന്നു അങ്ങനെ തന്നെ അല്ലേന്ന്. ഇനിയിപ്പോൾ അവൾക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂട്യൂബ് ബാനർ എന്ന് പറഞ്ഞിട്ട് കണ്ട വന്നിട്ട് കിടക്കുന്നുണ്ട്. നമുക്കതൊന്ന് എടുക്കാം. അപ്പോൾ അവൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അത് ഇതിന് വേണ്ടിയിട്ടാണ്, അത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിവിടെ യൂട്യൂബ് ബാനർ ഇനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ലോഡായിട്ട് വരട്ടെ. അങ്ങനെ നമ്മളിവിടെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഡിസൈനാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ഞെക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് അവൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പേരൊന്നും കൊടുത്തിട്ടില്ല. എന്നാലും നമ്മുടെ ബാനർ തുടങ്ങുമ്പോൾ നമ്മൾ വെൽക്കം ടു മൈ ചാനൽ അല്ലെങ്കിൽ വെൽക്കം ടു നമ്മുടെ പേര് വെച്ചിട്ട് എന്ന് പറയുക ഒരു വെൽക്കം നോട്ട് ചെയ്യില്ലേ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലെറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ മാറ്റാം കേട്ടോ. അതുപോലെ തന്നെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാം. അതിനുള്ള ഒരുപാട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയാണ് ക്യാൻവാപ്പിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ നോക്കിയാൽ ജസ്റ്റ് ഞാനിങ്ങനെ വെൽക്കം ടു മൈ ചാനൽ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കതിൽ പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളൊക്കെ മാറ്റണം. പിന്നെ കുറച്ച് ഷേഡും കാര്യങ്ങളും കളറൊക്കെ വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഇവിടെ ഞാൻ അവളുടെ പേരിട്ട് കൊടുക്കുന്നുണ്ട്. സംഗീത സമോദ് എന്നാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ പേര് സമോദ് എന്നാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാ പോലെ തന്നെ സബ്സ്ക്രൈബ് നൗ. അങ്ങനെ നമുക്ക് ഇതിൽ വലിപ്പം വെപ്പിക്കാം, അതുപോലെ തന്നെ ചെറുതാക്കാം, കളർ കൊടുക്കാം. ഒരുപാട് ഓപ്ഷനുകൾ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതേപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുക്കാം. ഇനി അടുത്ത നമുക്ക് പ്രൊഫൈൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഈ ഫോട്ടോന് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി വലിപ്പം വെപ്പിക്കാം. കണ്ട ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സൂം ചെയ്താക്കാം കേട്ടോ. കണ്ട അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ട ഇത്ര മതി ഇത്ര മതി. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഡെമോ ചെയ്യണേ. എന്നിട്ട് നമുക്കിവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അതിരുന്നിട്ട് ഇനി ഡൗൺലോഡ് ആവട്ടെ കേട്ടോ. പൊളിച്ചൊന്നുണ്ട് നാശമായി കൈയൊക്കെ നാശം. അപ്പോൾ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ടാബ് മാറ്റിയിട്ട് പ്ലേ സ്റ്റോർ ഒന്നും വേണ്ട, ഇത് മാറ്റാം. ഇതെടുക്കാം. ഇതെടുത്തിട്ട് ചൂസ് ഫ്രം ഫോട്ടോസ് എടുക്കാം. നമ്മളിപ്പോൾ ചെയ്തുള്ളത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയാണ് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ടി വിയിലും ഡെസ്ക്ടോപ്പിലൊക്കെ നമുക്ക് വേറെ ഇതിലായിട്ട് കാണാൻ പറ്റും കേട്ടോ. ടി വിയിൽ ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഡെസ്ക്ടോപ്പിൽ വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ വന്നിട്ട് കിടക്കും. ഓൾ ഡിവൈസസിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കുക, സേവ് ചെയ്ത് കൊടുക്കുക. അത് സേവ് ആവട്ടെ. ഇനി നിനക്ക് ഇതിൻ്റെ പേര് മാറ്റണം.
സംഗീത സമോദ് പേര് രസമില്ല. പിന്നെ നിന്ന് കൊടുക്കണ്ടേ. അപ്പം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എൻ്റെതല്ലേ കിടക്കുന്നത് അവിടെ. അപ്പോഴേക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഗീതൂസ് വേൾഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അത് നമുക്ക് മനസ്സിലായില്ലേ. നെയിം കൊടുക്കുന്നിടത്ത് നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കുക. പിന്നെ ഇത് ആരാണ് ഓണർ, ആളുടെ ഇതുണ്ട്. പിന്നെ ചാനൽ URL, ഈ URL കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കെല്ലാം അയച്ചു കൊടുക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഞാനിപ്പോൾ തൽക്കാലം ഇത്ര കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വെൽക്കം ടു മൈ ചാനൽ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവൾ ചെയ്തോട്ടെ കേട്ടോ. അത് ബാക്ക് അമർത്താം. ഒക്കെ മൊത്തത്തിൽ പോയി. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ല. അപ്പോൾ നമുക്കൊരു യൂട്യൂബ് സ്റ്റുഡിയോ വേണം. അപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു. കണ്ട ഗീതൂസ് വേൾഡ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ വാച്ച് ടൈം ആയിട്ടില്ല, വ്യൂസ് ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് അവൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാന്ന്. അപ്പോൾ നോക്കിയേ, ഇത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ അവൾക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുള്ളത്. ഓൾറെഡി അവളെ യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് 1-2 ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനെ പറ്റിയിട്ട് വലിയ ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല അവള്. പക്ഷെ ഇപ്പൊ അവൾക്ക് കാര്യമായിട്ട് എന്തായാലും യൂട്യൂബ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മളോട് വന്ന് ചോദിച്ചു, നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ ഞാൻ ഇതുപോലെയൊക്കെ തന്നെയാട്ടാ യൂട്യൂബ് ചാനല് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ടെക്കുകാരുടെ കാര്യങ്ങളൊക്കെ കുറെ ടെക്കുകാരുടെ ചാനലുകളും അതുപോലെ തന്നെ കുറെ പുതിയ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തുടക്കത്തിൽ ഒരു ABCD എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല സംഭവം. എന്നാലും കുറെയൊക്കെ നമ്മുടെ തലയിൽ കയറും, കുറെയൊക്കെ ഫ്ലോപ്പ് ആയിട്ട് പോവും. എന്നാലും നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഞാൻ ആദ്യമൊക്കെ നമ്മുടെ യൂട്യൂബിന്റെ മെയിൻ ടാബ് യൂട്യൂബ് നമ്മുടെ ഫോണിലുള്ള യൂട്യൂബിന്റെ ടാബ് അത് വെച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോമിൽ കയറിയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിൻ ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതൊക്കെ എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അതേപോലെ ഇപ്പൊ കുറെ പേര് ഇങ്ങനെ ഡൗട്ട് അടിച്ചിട്ട് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടാവും. ചിലര് തുടങ്ങിയിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല, എനിക്ക് വീഡിയോസിന് വ്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ടീമുകളൊക്കെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നിൽക്കണ്ടട്ടാ. നമ്മള് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മുന്നോട്ട് പോവാ. അപ്പോ പിന്നെ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇരിക്കുമ്പോഴേക്കും നമ്മൾ കാലം നീട്ടാൻ പാടില്ല, തലയും കുത്തി വീടുള്ളൂ. അപ്പൊ നമുക്ക് ക്ഷമയാണ് ഇതിൽ ആവശ്യം. അപ്പൊ ക്ഷമിച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കൂട്ടി നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ ഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ പോയി ഫോഴ്സ് ചെയ്യല്ലേട്ടാ. നമ്മളെ വീഡിയോസ് ഇങ്ങനെ നിരന്തരം ഇട്ടിട്ട് ശല്യപ്പെടുത്തുക. അപ്പൊ അവസാനം അവർ വിചാരിക്കും അങ്ങനെ എന്താ വെച്ചാൽ ഇവരെ വീഡിയോസ് കാണാം, കുറെ നാളായാലും ഇടുന്നത്, എങ്ങനെയോ കാണാന്ന് വെച്ചിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ജസ്റ്റ് അത് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇൻഷോർട്ടിലും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന്. ഇനിയിപ്പോ സംശയമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അത് മാത്രമല്ല എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇൻഷോർട്ടിലും അതുപോലെ തന്നെ കൻവാപ്പിലൊക്കെ എങ്ങനെ തംബ്നെയിലും നമ്മള് അതുപോലെ തന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതും വോയിസ് കൊടുക്കുന്നതും ടെക്സ്റ്റ് കൊടുക്കുന്നതും പിന്നെ നമ്മൾ ഇൻഫിനിറ്റ് പെയിന്റർ വെച്ചിട്ട് നമ്മൾ ഷോർട്സിൽ ഇങ്ങനെ പുറത്തേക്ക് വൈകുന്നേരം അങ്ങനെ പൂക്കാലം ഓണാശംസകൾ അങ്ങനെയൊക്കെ നല്ല ലെറ്റേഴ്സിലൊക്കെ കൊടുക്കണില്ലേ, അതൊക്കെ ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യണേന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവൾക്ക് എന്തായാലും അത് ക്ലിയർ ആയിട്ടുണ്ട്. സംഭവം പറഞ്ഞു കൊടുത്താൽ ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇപ്പൊ ഈ പറഞ്ഞു തന്നത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അഥവാ അതിന് എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചോ. പിന്നെ അത് മാത്രമല്ല എന്റെ യൂട്യൂബ് ജേണി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇനിയിപ്പോ നിങ്ങൾക്ക് അതുപോലെ ഇനി എന്തെങ്കിലും എന്റെ എക്സ്പീരിയൻസ് യൂട്യൂബിനെ സംബന്ധിച്ചിട്ട് എനിക്കുള്ള എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതുപോലെ തന്നെ എനിക്കിപ്പോ 3 മാസമായിട്ടുള്ളൂ, അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളായിട്ടുണ്ട്. വാച്ച് അവറും കുഴപ്പമില്ല, പോകെ നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അറിവ് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോ. നിങ്ങൾക്ക് ഇനി വേറെ ഏത് വീഡിയോസ് ആണ് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞോ. എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത്ര നേരം എന്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ സഹിച്ചില്ലേ. അപ്പൊ ഒരുപാട് താങ്ക് യു. ബൈ ബൈ. നാളെ വീഡിയോ ആയിട്ട് വരാം. ബൈ 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 ബൈ.